യൂണിവേഴ്സിറ്റി ബി ഹിസ്റ്ററി ആറാം സെമ്മിലെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തം ലോകത്തിൽ ഉണ്ടായി വന്നത് നമുക്കറിയാം. അതിലേക്ക് നയിച്ച കാരണങ്ങളും സാഹചര്യങ്ങളും എന്തെല്ലാം? സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ ക്യാപിറ്റലിസം. ദ എൻഡ് ഓഫ് ദ ഫ്യൂഡലിസം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഫ്യൂഡലിസത്തിന്റെ അവസാനം കുറിക്കൽ എന്ന് പറയുന്നത്. ദി എൻഡ് ഓഫ് ദ ഫ്യൂഡലിസം. ഫ്യൂഡലിസം ലോകത്തില് എന്നേക്കുമായി ഇല്ലാതായി. ആദ്യം ചക്രവർത്തി ഭരണമായിരുന്ന ഒരു കാലഘട്ടത്തിൽ എംപയർ, റോമൻ എംപയറിന്റെ കീഴിലായിരുന്നു ലോകം മുഴുവനും, യൂറോപ്യൻ സാഹചര്യം മുഴുവനും. പിന്നീട് ആ സാമ്രാജ്യത്വം തകർന്നതിന് ശേഷം പിന്നീട് അല്ലെങ്കിൽ ചക്രവർത്തി ഭരണം അവസാനിച്ചതിന് ശേഷം ഫ്യൂഡലിസമാണ് ഉണ്ടായി വരുന്നത്. ഫ്യൂഡൽ പ്രഭുക്കന്മാരും രാജാക്കന്മാരുടെ കീഴിൽ അവിടെയായിട്ട് കുറെ ഫ്യൂഡൽ കാസിലുകളും കോട്ടകളും ഒക്കെ ആയിട്ടുള്ള ഭരണമാണ്. ഇനി ആ ഫ്യൂഡലിസവും ഒരു കാലഘട്ടം കഴിയുമ്പോൾ തകരുകയാണ്. ഈ ഫ്യൂഡലിസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു ലോക സാമ്പത്തിക ക്രമം മുതലാളിത്തത്തിൻ്റെതാണ്, ക്യാപിറ്റലിസത്തിനാണ്. ഫ്യൂഡൽ പ്രഭുവും അയാളുടെ കീഴിൽ പണിയെടുക്കുന്ന ഫ്യൂഡൽ ലാൻഡ് ലോർഡിന്റെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളിയും അടിമത്തത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട, എന്നാൽ ഭക്ഷണം കിട്ടും കൂലി കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള അല്പമൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അടിമത്തത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സ്ലേവറി സിസ്റ്റത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. റോമ ചക്രവർത്തിയുടെ കീഴിൽ അടിമകളായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് വലിയ വലിയ നിർമ്മിതികളൊക്കെ നിർമ്മിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതൊക്കെ മാറി ഫ്യൂഡലിസം വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആ ഫ്യൂഡലിസവും അവസാനിച്ചു. ഇപ്പോൾ ക്യാപിറ്റലിസം വരികയാണ്. ക്യാപിറ്റലിസം വരുമ്പോൾ ഇവിടെ മുതലാളിയും തൊഴിലാളിയുമാണ്. ഫ്രീഡം ഉണ്ട്. ഫ്യൂഡലിസത്തിലെ തൊഴിലാളിയേക്കാൾ കൂടുതൽ ഫ്രീഡം ഉണ്ട്. ഭക്ഷണം മാത്രമല്ല, കൂലിയും കിട്ടും. പക്ഷെ നിസാര കൂലിയേ കിട്ടുള്ളൂ. പരമാവധി ചൂഷണം ചെയ്യും മുതലാളി തൊഴിലാളിയെ. ഇതാണ് മുതലാളിത്തം. അപ്പൊ ഫ്യൂഡലിസം അവസാനിച്ചു. പക്ഷെ ഫ്യൂഡലിസത്തെക്കാൾ അല്പം പരിഷ്കരിക്കപ്പെട്ടു മുതലാളിത്തത്തിൽ എന്ന് മാത്രം. വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ക്രിയേറ്റഡ് എ പവർ വാക്വം. യൂറോപ്പില് ഫ്യൂഡലിസം അധപ്പതിച്ചപ്പോൾ, ഇല്ലാണ്ടായപ്പോൾ അവിടെ അധികാര സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു വാക്വം അഥവാ ശൂന്യത ഉണ്ടായി. ആരിനി കാര്യങ്ങളെ നോക്കി നടത്താനും ഭരിക്കാനും ഉണ്ടായിരുന്നു. ആ പവർ വാക്വം, അധികാരത്തിന്റെ ശൂന്യത, അലവിങ് ന്യൂ എക്കണോമിക് സിസ്റ്റംസ് ടു എമർജ്. അത് ഏറെ നാൾ നീണ്ടു പോകില്ല. ലോകത്തില് പുതിയ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെട്ടാൽ എമർജ് ചെയ്യാൻ ഇത് കാരണമാകും എന്ന് നമുക്കറിയാം. തീർച്ചയായും അത് തന്നെ സംഭവിച്ചു. ദ റൈസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. കച്ചവടത്തിന്റെയും വാണിജ്യത്തിന്റെയും പുരോഗതിയാണ് പിന്നീട് സംഭവിക്കുന്നത്. ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഡ്യൂറിങ് ദ മിഡിൽ ഏജസ്. മധ്യകാലഘട്ടത്തിലെ മിഡീവൽ പീരീഡിലാണ് ഫ്യൂഡലിസത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ട്രേഡും കൊമേഴ്സും കാര്യമായിട്ടുണ്ടായി വന്നു. ദ മിഡിൽ ഏജസ് ലെയ്ഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ക്യാപിറ്റലിസം ബൈ ക്രിയേറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വെൽത്ത് ക്രിയേഷൻ ആൻഡ് അക്യുമുലേഷൻ. അതായത് വലിയ മൂലധനം ഉണ്ടാകാനായിട്ട് കാരണമായി ഇത് ഈ കാലഘട്ടത്തിൽ എന്ന് പറയാം. കച്ചവടം വർദ്ധിച്ചപ്പോൾ കച്ചവടക്കാരായിട്ടുള്ള സമ്പന്നന്മാരുണ്ടായി, അവരുടെ കയ്യിൽ പണമുണ്ടായി. കൃഷി പുരോഗതി പ്രാപിച്ചപ്പോഴും ഇത് തന്നെയാണ്. കാർഷിക മിച്ചം തീർച്ചയായിട്ടും മൂലധനത്തിന്റെ പിറവിക്ക് കാരണമായി. ഒരുപാട് പണം സമാഹരിക്കപ്പെട്ടു. ഇതൊക്കെ വാണിജ്യത്തിന്റെയും കച്ചവടത്തിന്റെയും ഒക്കെ പുരോഗതിക്ക് ഉള്ള അടിസ്ഥാനം പണമാണല്ലോ, മൂലധനമാണല്ലോ. സോ ക്യാപിറ്റലിസം ഫോം ചെയ്തു. ബൈ ക്രിയേറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വെൽത്ത് ക്രിയേഷൻ. സമ്പത്ത് സൃഷ്ടിക്കപ്പെടാനായിട്ടുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടായി. ആൻഡ് അക്യുമുലേഷൻ, സമ്പത്തിന്റെ അക്യുമുലേഷനും ഉണ്ടായി. ദി എമർജൻസ് ഓഫ് മണി ഇക്കണോമി. അതുപോലെ തന്നെ പണസമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ദ ഇൻക്രീസിംഗ് യൂസ് ഓഫ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പണം ഒരു വിനിമയ മാധ്യമം എന്ന നിലയിൽ വൻതോതിൽ ഉപയോഗപ്പെടാൻ തുടങ്ങി. ഫെസിലിറ്റേറ്റഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അത് കച്ചവടത്തിനും വാണിജ്യത്തിനും വഴിയൊരുക്കി. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ്. അപ്പൊ അതിനു മുമ്പൊക്കെ സാധന പണമായിരുന്നു എന്നുള്ളതാണ്. ബാർട്ടർ സമ്പ്രദായം മാറി മെറ്റീരിയൽ മണി വന്നു. ദെൻ മെറ്റാലിക് മണിയും അല്ലെങ്കിൽ കറൻസിയും ഒക്കെ വന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ആ പഴയ രീതിയേക്കാളൊക്കെ സുഗമമുള്ള, ഈസിയറായ ഒരു മീഡിയമായിട്ട് മാധ്യമമായിട്ട് പണം വന്നു. എക്സ്ചേഞ്ച് വളരെ ഈസിയായി നടക്കുന്നു. കച്ചവടവും വാണിജ്യവും ഒക്കെ സുഗമമായി നടക്കുന്നു. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ്. അടുത്തത് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ടെക്നോളജീസ്. പുതിയ സാങ്കേതിക വിദ്യകൾ രൂപപ്പെട്ടു വരുന്നു. ഇന്നോവേഷൻസ് ലൈക്ക് പ്രിന്റിംഗ് പ്രസ് പോലുള്ള കണ്ടുപിടുത്തങ്ങൾ, സ്റ്റീം എഞ്ചിൻ, അതുപോലെ തന്നെ ആവിയന്ത്രം ആൻഡ് ദ സ്പിന്നിങ് ജെന്നി. അതുപോലെ തന്നെ സ്പിന്നിങ് ജെന്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുതരം നെയ്ത്ത് യന്ത്രമാണ്. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമതയും കൂടി. മേക്കിംഗ് ഇറ്റ് പോസിബിൾ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓൺ എ ലാർജ് സ്കെയിൽ. വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ കാരണമായി എന്ന് പറയാം.
അഞ്ചാമത്തെ ഒരു കാരണം പറയുന്നത് ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആണ്. പട്ടണങ്ങൾ വളർന്നത് മുതലാളിത്തത്തിന്റെ വികാസത്തിന് വഴിതെളിച്ചു എന്ന് പറയാം. മുതലാളിത്തത്തിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പട്ടണങ്ങൾക്ക് കഴിഞ്ഞു. അർബനൈസേഷൻ ക്രിയേറ്റഡ് ന്യൂ മാർക്കറ്റ്സ്. നഗരം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പുതിയ വിപണികളും സൃഷ്ടിക്കപ്പെട്ടു. നഗരകേന്ദ്രങ്ങളിൽ വലിയ ചന്തകൾ, കമ്പോളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ലേബർ ഫോഴ്സസ് ഒരുപാട് വന്ന് തൊഴിലന്വേഷകരായിട്ട് ഗ്രാമങ്ങളിൽ നിന്നും കുടിയേറിപ്പാർത്ത ചേക്കേറിയ മനുഷ്യർ നഗരങ്ങളിൽ വന്ന് താമസിച്ചു. ചേരികൾ രൂപപ്പെട്ടു. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പുതിയ അവസരങ്ങൾ നഗരകേന്ദ്രങ്ങളിൽ ഉണ്ടായി വന്നു. നഗരം എന്നത് പറയുന്നത് പണം മുടക്കാൻ പറ്റിയ ഇടം എന്നാണ്. ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി പണം മുടക്കിയിട്ട് കാര്യമില്ല. തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലാണ് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വന്നു. അങ്ങനെ ലേയിങ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് അങ്ങനെയും അതുണ്ടായി എന്ന് പറയാം. ആറാമത്തെ പോയിന്റ്, ദ എമർജൻസ് ഓഫ് ന്യൂ ക്ലാസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്. പുതിയൊരു വിഭാഗം സംരംഭകർ എന്ന് പറയുന്ന ആളുകൾ രൂപപ്പെട്ടു വന്നു, എമർജ് ചെയ്തു വന്നു, ഉടലെടുത്തു, കടന്നു വന്നു എന്നുള്ള. ദ റൈസ് ഓഫ് ന്യൂ ക്ലാസ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഹു വർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ന്യൂ വെഞ്ചേഴ്സ്. റിസ്ക് എടുക്കാനായിട്ട് പുതിയ വെഞ്ചറുകളിൽ അഥവാ പുതിയ വ്യാവസായിക സംരംഭങ്ങളിൽ പണം മുടക്കുവാനും തയ്യാറായി വന്ന ഒരു പുതിയ വിഭാഗം സംരംഭകന്മാര് അത് അവരുടെ ഉദയം, അവരുടെ ഒരു രൂപപ്പെടല് ഹെൽപ്ഡ് ടു ഡ്രൈവ് ദി ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന്റെ ആ വികാസത്തിന്റെ വേഗതയെ ത്വരിതപ്പെടുത്തി എന്ന് പറയാം. ഏഴാമത്തെ പോയിന്റ് നമ്മൾ നോക്കുന്നത് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടായി വന്നു. ഇത്രനാളും പണം കൊടുത്തു കൈമാറി സാധനങ്ങൾ അങ്ങനെ ഇരുന്നു, അത്രേ ഉള്ളൂ. പണം കടം കൊടുത്തു, വാങ്ങിച്ചു, തിരിച്ചു കിട്ടി, ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ വന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായി വന്നിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് അറിയാമോ? സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, അതുപോലെ തന്നെ വായ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ബാങ്കുകളും. ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. ഇതൊക്കെ മൂലധനത്തിന്റെ സുഗമമായ ഒഴുക്കിന് വഴി തെളിച്ചു, ഫെസിലിറ്റേറ്റ് ചെയ്തു. ആൻഡ് ഹെൽപ്ഡ് ടു ഫ്യൂവൽ ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനം പകർന്നു എന്ന് പറയാം, അതിന് അഗ്നി പകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റൻമെന്റ്, അതായത് പ്രബോധോദയ കാലഘട്ടം എന്ന് പറയുന്ന എൻലൈറ്റൻമെന്റ് ഈറ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. ആ എൻലൈറ്റൻമെന്റിന്റെ മനുഷ്യന്റെ ചിന്താധാരയിലുണ്ടായ ഒരു സ്വതന്ത്രമായ ചിന്താധാരയുടെ പിറവിയാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയാം. പ്രബോധോദയ കാലഘട്ടം. പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും പുതിയ ചിന്തകന്മാരും ഉണ്ടായി വന്നു ഈ കാലഘട്ടത്തിൽ, എൻലൈറ്റൻമെന്റ് ഇറയിൽ. സച്ചാസ് ആഡം സ്മിത്ത്, സാമ്പത്തിക രംഗത്ത് ആഡം സ്മിത്തിനെ പോലുള്ള അല്ലെങ്കിൽ ജോൺ ലോക്കിനെ പോലുള്ള ആൾക്കാര്, ഉദാരതാവാദത്തിന്റെ വക്താവായ ജോൺ ലോക്കിനെ പോലുള്ള ആൾക്കാരെ ഒക്കെ ഹെൽപ്ഡ് ടു ഷേപ്പ് ദ ഇന്റലക്ച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന്റെ ബുദ്ധിപരവും അതുപോലെ തന്നെ തത്വചിന്താപരവുമായിട്ടുള്ള അടിസ്ഥാന ശിലകൾ പാകാനായിട്ട് ഈ ഇതിനൊക്കെ കാരണമായി. ഒമ്പതാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഗ്രോത്തിലേക്ക് നയിച്ചത് ദ ഗ്രോത്ത് ഓഫ് കൊളോണിയലിസം ആണ്. അതായത് കോളനിവൽക്കരണവും പഴയ സാമ്രാജ്യത്വ ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസും സ്പെയിനും അവരുടേതായിട്ടുള്ള കോളനികൾ ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. ആ കോളനികളുടെ വളർച്ചയാണ്. ക്യാപിറ്റലിസം പ്രൊവൈഡഡ് ന്യൂ മാർക്കറ്റ്സ്, ന്യൂ റിസോഴ്സസ് ആൻഡ് ലേബർ ഫോഴ്സസ് വിച്ച് ഹെൽപ്ഡ് ടു ഫ്യൂവൽ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം. അത് ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനം പകരാനായിട്ട് സഹായിച്ച ഘടകമാണ്. പത്താമതായിട്ട് ദ ഡിക്ലൈൻ ഓഫ് ഗിൽഡ്സ്. ഗിൽഡുകൾ എന്ന് പറയുന്ന കച്ചവട സംഘങ്ങൾ തകർന്നു എന്നുള്ളതാണ്. ദ ഡിക്ലൈൻ ഓഫ് ഗിൽഡ്സ് വിച്ച് ഹാവ് പ്രീവിയസ്ലി കൺട്രോൾഡ് മെനി ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക് ലൈഫ്. സാമ്പത്തിക ജീവിതത്തിന്റെ പല വശങ്ങളെയും വ്യാപാരി വ്യവസായി സംഘടനകളായ ഗിൽഡുകളാണ് നിയന്ത്രിച്ചിരുന്നത്, സംരംഭകന്മാരെയും ഒക്കെ. എങ്കിൽ ഫോർ ഓണ്ടർപ്രണേഴ്സ് ആൻഡ് ഹെൽപ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് അതും കാരണമായി എന്ന് പറയാം. സോ ആ പഴയ ഗിൽഡ് സമ്പ്രദായം തകരുകയും പുതിയ മുതലാളിത്ത കൂട്ടുകെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളത് പുതിയ സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടാൻ കാരണമായി. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ, ഓൾ ദീസ് സർക്കംസ്റ്റൻസസ് അമംഗ് അതേഴ്സ്, വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, അവയുടെ കൂട്ടത്തിൽ ഇവയും ചേർന്നപ്പോൾ ഹെൽപ്ഡ് ടു ക്രിയേറ്റ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിന്റെ ആവിർഭാവത്തിനും ഫലഭൂയിഷ്ടമായ മണ്ണായിട്ട്, അടിത്തറയായിട്ട് അത് രൂപപ്പെട്ടു എന്നതാണ് വസ്തുത.